നെല്ലിശ്ശേരി ചാനലിന് വേണ്ടി വാർത്തകൾ വായിക്കുന്നത് സുകുമാരൻ നെല്ലിശ്ശേരി. കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വയലാറിന്റെ 50ാം ചരമവാർഷികവും വയലാർ ഗാനസന്ധ്യയും നടത്തി. മുല്ലക്കര രത്നാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറ വയലാറിനെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കാളിദാസനെ മുഴുവൻ വയലാറിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചു. വേദങ്ങളും ഉപനിഷത്തുകളും മുഴുവൻ നിക്ഷേപിച്ചു, ദർശനങ്ങൾ നിക്ഷേപിച്ചു, പുരാണങ്ങൾ നിക്ഷേപിച്ചു, ഇതിഹാസങ്ങൾ നിക്ഷേപിച്ചു. അതുകൊണ്ടാണ് നിർത്തി ബൈബിളിലെ ആശയങ്ങൾ നിക്ഷേപിച്ചു, ഖുറാനിലെ ആശയങ്ങൾ നിക്ഷേപിച്ചു. ലോക സാഹിത്യത്തിന്റെ ലോകമറിയുന്ന മരിക്കാത്ത എല്ലാ കഥകളും വയലാറിൽ നിക്ഷേപിച്ചു. എന്നിട്ട് വയലാർ പഠിക്കാൻ പോയി. വയലാർ ഹൈസ്കൂളിലാണ് വയലാർ പഠിക്കാൻ പോകുന്നത്. അപ്പൊ പഠിക്കാൻ പോകുമ്പോൾ വയലാറിനെ പഠിപ്പിക്കുന്ന സാറന്മാർ വയലാറിനോട് ചോദിക്കേണ്ടി വരുമായിരുന്നു, ഞാൻ ഈ പറയുന്ന ദർശനം, ഈ കവിത അത് ശരിയാണോ? അതാണ് വയലാർ. അതൊന്നും ഒരിക്കലും അഹങ്കാരത്തോടെ കൊണ്ടു നടന്നില്ല. ഈ അഹങ്കാരത്തോടെ കൊണ്ടു നടക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ, നമുക്കിപ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് അറിവുണ്ട്, പക്ഷെ നമുക്ക് കുടുംബത്തെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്കൊന്നും അറിയില്ല. അമ്മ ആരാണെന്ന് നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് അറിയില്ല. അമ്മയുടെ അമ്മ അവർക്ക് ആരാണെന്നേ അറിയില്ല. അവർക്ക് ജീവിതത്തിൽ പണമുണ്ടായാൽ എല്ലാം വിലയ്ക്ക് മേടിക്കാൻ കിട്ടുമെന്ന് അവർക്കറിയാം. പ്രകൃതിയാണ്. അതായത് ആ പെൺകുട്ടിക്ക് ചുള്ളൻ മുടിക്കെട്ടുണ്ട്, അത് പ്രകൃതി കൊടുക്കുക. അതിൽ തിരിയാൻ കൈതപ്പൂവേയുള്ളൂ. കൈതപ്പൂ എന്ന നാട്ടുപുറത്തിൽ ഇപ്പോഴത്തെ പെൺകുട്ടി കൂടി കൈതപ്പൂ എവിടെയെന്ന് ചോദിച്ചാൽ അന്ന് ഏത് ചെറുതലിന്റെ കൈയിലും വളർന്നു നിൽക്കുന്ന കൈകളിൽ പൂത്തു നിൽക്കുന്ന ഒരുപാട് മണമുള്ള അത് തിരികെ വെച്ച ഈ ചുഴൽ മുറിക്കിട്ടും പിന്നെ പുഞ്ചിരി അടയാർത്ഥം. ഇപ്പൊ പെൺകുട്ടികൾക്ക് ഇല്ലാത്തതും അതാണ്. പണ്ട് വയലാറിന്റെ അടുത്തുള്ളതും ഉണ്ടാകണമെന്ന് വയലാർ ആഗ്രഹിച്ചു പോകാം. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ആഭരണം മുഖത്തപ്പുഞ്ചിരിയാണ്. ആ പുഞ്ചിരി യഥാർത്ഥ മുഖമാണ്, അല്ലാതെ 500 പവൻ സ്വർണ്ണമല്ല. സ്വർണത്തിന്റെ ചിരിയൊന്നും ആർക്കും ആവശ്യമില്ല. പക്ഷേ ഒരു മധുരമായ ഒരു പെൺകുട്ടിയുടെ മുഖത്തെ ചിരി, അത് ഏറ്റുവാങ്ങാനുണ്ടാകുന്ന ഒരു അമ്മയുടെ തൃപ്തി. ഈ ഒരു ചിരിയിൽ നിന്ന് മനുഷ്യൻ ഏറ്റുവാങ്ങുന്ന ഒരു തൃപ്തിയാണ്. ഒരു കണ്ണുനീരിൽ നിന്ന് മനുഷ്യൻ ഏറ്റുവാങ്ങുന്നത് ഒരു ആശയം. അപ്പൊ വയലാർ ഒരു വരിയിൽ കുറിച്ചിരുന്നത് സത്യത്തിൽ ഒരു കാവ്യമാണ്. ലൈബ്രറി പ്രസിഡന്റ് എബ്രഹാം ഇട്ടിച്ചെറിയ അധ്യക്ഷത വഹിച്ചു. വയലാറിന്റെ അനുസ്മരണം പാട്ട് മാത്രം പോരാ, അതിൽ പ്രഗത്ഭരായ ഒരു പ്രാസംഗികനോട് പറയണം. അപ്പൊ ഒരു സംശയവും കൂടാതെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് മുല്ലക്കര രത്നാകരൻ സാർ തന്നെ, മറ്റാരുമല്ല. കൂടാതെ ഇവിടെ വന്നിട്ടുണ്ട്, 2 പ്രാവശ്യം അദ്ദേഹം ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. വാഗ്ധോരണി എന്ന് പറഞ്ഞാൽ ഗംഗാപ്രവാഹം പോലെ ഇങ്ങനെ വരുന്ന ഒരുപാട് ധോരണി, അനർഗളമായ പ്രവാഹം. അഡ്വക്കേറ്റ് BV ബിനു, ഫാദർ ഡോക്ടർ MB ജോർജ്, KC വിജയകുമാർ, ബിനോയ് വേളൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമുക്കറിയാം, വയലാറിന്റെ ഓരോ ഗാനവും ഓരോ സാമൂഹിക തിന്മകൾക്കെതിരെ അദ്ദേഹത്തിന്റെ ചടുലമായ ഇടപെടലുകൾ. നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമ്പോഴും അദ്ദേഹം ധാരാളം ഭക്തിഗാനങ്ങളും എഴുതാൻ കേരളത്തിന്റെ സമൂഹത്തിൽ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. സമ്മേളനാനന്തരം സൂര്യ മ്യൂസിക് അവതരിപ്പിച്ച ഗാനസന്ധ്യയും ഉണ്ടായിരുന്നു. സന്നിധാനത്തിൽ വന്നെന്റെ ഹൃദയവും സൂര്യോദയം
കാടും കറുത്ത കാടും അത് ശില്പി വീണാൽ വൈദ്യുതി ഭൂമി വീണാൽ